ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഒരു വ്യക്തിയുടെ സാക്ഷ്യവും അദ്ദേഹത്തിൻ്റെ ജീവിതം, ഞാൻ അടുത്തറിഞ്ഞ ഒരു ജീവിതം, അതിൻ്റെ വെളിച്ചത്തിലാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നല്ലതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു കാലത്ത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന വ്യക്തിയാണ്. ഒരു 10 മണിക്കൊക്കെ പ്രാർത്ഥിക്കാനിരുന്നു കഴിഞ്ഞാൽ, അല്ലെ മുട്ടുകുത്തിയാൽ 12 മണി, 1 മണി, 2 മണി വരെയൊക്കെ പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ട്. അത് കഴിഞ്ഞ് സംഭവിച്ചൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, കുറച്ച് വർക്ക് കൂടി, പണി കൂടി കഴിഞ്ഞപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന കുറഞ്ഞു, പ്രാർത്ഥനയുടെ മണിക്കൂർ കുറഞ്ഞു, പണി അതിൻ്റെ മണിക്കൂറുകൾ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ, വർക്ക് ലോഡ് കൂടുതലായപ്പോൾ പ്രാർത്ഥനാ ജീവിതം അത് ബലി കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോലും വന്നു. പക്ഷേ എനിക്കൊരു കാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, എൻ്റെ ശക്തി ചോർന്നു പോകുന്നു. മറ്റേത് ഞാൻ ജോലി ചെയ്താൽ പോലും എനിക്ക് അങ്ങനെ ഒരു ക്ഷീണമോ അല്ല വലിയ അസ്വസ്ഥതയോ ഒന്നും വരാതെ കണ്ട് ഉഷാറായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അതില്ലാതായി. ആ ഒരു എനർജി അത് കുറഞ്ഞതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഉടനെ എടുത്ത ഒരു തീരുമാനമാണ് പഴയ പ്രാർത്ഥനാ ജീവിതം തിരിച്ചു പിടിക്കുക. അദ്ദേഹം ആ ഒരു കാര്യം ചെയ്തു. ഇതെനിക്കറിയാം, ആ മനുഷ്യൻ്റെ ജീവിതം കറയറ്റ ജീവിതം, ഒരു ചെറിയ പാപത്തിന് പോലും അദ്ദേഹം സമ്മതിക്കുന്നില്ല. ഇനി അങ്ങനെ പല രീതിയിൽ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ പ്രണയിച്ച് നല്ല ഒരു സാക്ഷ്യ ജീവിതം നയിക്കുന്ന വ്യക്തി. ഒരുപാട് ഉപകാരം മനുഷ്യർക്ക് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ കാരണമായി മാറിയത് കുറഞ്ഞ പ്രാർത്ഥന അത് പിന്നെയും കൂട്ടാനായിട്ട് സാധിച്ചു. ജോലി തിരക്കിനിടയിലും സമയം കണ്ടെത്തി സമയമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം പറയുന്നത്, എനിക്കിപ്പം ജപമാല 2, 3 അല്ലെങ്കിൽ ഒരു മുഴുവൻ കൊന്ത അത് ചൊല്ലാതെ എനിക്ക് ഉറങ്ങാൻ പോകാൻ പറ്റുന്നില്ല. അതുപോലത്തെ ഒരവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് സാധിച്ചു. വേറൊരു യുവാവിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടതാണ്. പക്ഷെ ഒരു കാലത്ത് എനിക്ക് ഒത്തിരി പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദൈവമായിട്ട് ആലോചന ചെയ്തൊക്കെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. എനിക്ക് ഒത്തിരി സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് എനിക്ക് പറ്റിയത്, ഇപ്പം എനിക്ക് ഒട്ടും സമാധാനമില്ല. എനിക്ക് വളരെ ഞാൻ ഡിസ്റ്റർബ്ഡാണ്, എൻ്റെ മൈൻഡ് ഡിസ്റ്റർബ്ഡാണ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സമാധാനമില്ല. ഇനി കാരണം ഞാൻ മനസ്സിലാക്കി, നേരത്തെയൊക്കെ സമയം ഉണ്ടാക്കി ദീർഘനേരം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം അതില്ല. മെയിൻ പരിപാടി ഫോൺ നോട്ടമാണ്. സമയം കിട്ടിയാൽ അന്നേരം ഫോൺ കയ്യിലെടുക്കും, ഇനി അതിലെന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു. അതുമൂലം ഇന്ന് അനുഭവിക്കുന്ന ഒരവസ്ഥ പുള്ളി പറഞ്ഞ്, എനിക്ക് ഒരു ഗൈഡൻസ് കിട്ടി, എനിക്ക് ആ പഴയ പ്രാർത്ഥനാ ജീവിതം, ആധ്യാത്മിക ജീവിതം തിരിച്ചു പിടിക്കണം, അതിനെന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാണ് ആ യുവാവ് വന്നത്. പ്രിയപ്പെട്ടവർ, ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് എന്താ, പണി കൂടുമ്പോൾ പ്രാർത്ഥന കുറഞ്ഞാൽ, ഈ മിനിസ്ട്രിയുടെ പേരും പറഞ്ഞ് പ്രാർത്ഥനാ ജീവിതം ബലി കഴിച്ചാൽ നമുക്കുണ്ടാകാവുന്നത് അപകടമാണ് എന്നുള്ളത്, ആത്മീയ തലത്തിൽ വലിയ അപകടം സംഭവിക്കാം എന്നുള്ളത് കർത്താവിൻ്റെ വചനവും നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. 2 വചനങ്ങൾ എടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, സങ്കീർത്തനം 34-ന്റെ 5-ാമത്തെ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ നോക്കിയവർ പ്രകാശിതരായി. ദൈവത്തെ നോക്കിയവർ. ഇനി മൊബൈൽ നോക്കിയിരുന്നാലോ? നമ്മുടെ യുവാവിൻ്റെ ജീവിതത്തിൽ വന്നത്, ദൈവത്തെ നോക്കാൻ സമയമില്ല, കിട്ടുന്ന സമയമെല്ലാം മൊബൈൽ നോക്കി ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, അതിൽ പലതും കണ്ടുകൊണ്ടിരുന്നു. ഞാൻ തന്നെ സംഭവിച്ചൊരു കാര്യം, അവനെ അതുകൊണ്ട് എത്തിച്ചത് അന്ധകാരത്തിലാണ്. ദൈവത്തെ നോക്കിയവർ പ്രകാശിതരായി, മൊബൈൽ നോക്കിയിരുന്ന അന്ധകാരത്തിലായി എന്നുള്ളത് അവൻ്റെ ജീവിത സാക്ഷ്യമാണ്. നമുക്ക് കാണാൻ സാധിക്കും. എഫേസ്യസ് 5-ന്റെ 3-ാമത്തെ വചനം എടുത്താൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധയുള്ളവരാകണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ലോകത്തിൻ്റെ മാലിന്യത്തിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ, മ്ലേച്ഛതകളിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ എത്രമാത്രം ശ്രദ്ധയുള്ളവരായിരിക്കണം. അതാണ് എഫേസ്യസ് 5-ന്റെ 3 വായിക്കുമ്പോൾ, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയോ യാതൊരുവിധ അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിൻ്റെയോ പേര് പോലും കേൾക്കരുത്. അപ്പോൾ എത്രമാത്രം നമ്മൾ ഈ ഒരു മേഖല ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, വ്യഭിചാരം, അതുപോലെ തന്നെ മ്ലേച്ഛത, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ അടിമത്വത്തിലേക്ക് പോയിരിക്കുന്നവർ. 2 പത്രോസ് 2-ാം അധ്യായം 14-ാമത്തെ വചനം വായിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആവേശത്തോടെ മുഴുകുന്നവരെക്കുറിച്ച് ഒരു സൂചന അവിടെ നൽകിയിരിക്കുന്നത് കാണാൻ പറ്റും. എസെക്കിയേൽ 24-13 വായിച്ചാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, ഭോഗാസക്തിയുടെ കറ, കട്ടിയേറിയ കറ, അത്
ഉരുക്കാൻ നോക്കിയിട്ട് പോലും ഉരുകുന്നില്ല എന്ന് ദൈവം സൂചിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് എസെക്കിയേൽ 24:13 വചനം. ഇനി നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കിയിരിക്കാം. വിജയം നൽകുന്ന ഒരു ചേരുവ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ദാറ്റ് വിൽ ലീഡ് അസ് ടു സക്സസ് ഇൻ ലൈഫ്. ആ ചേരുവ സുഭാഷിതങ്ങൾ 16:3 വായിച്ചാൽ ഇത് കാണാൻ പറ്റും. നിന്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കുക, നിന്റെ പദ്ധതി ഫലമണിയും. എന്താണ് ആ ചേരുവ? ഹ്യൂമൻ എഫർട്ട്, ഡിവൈൻ ബ്ലെസ്സിങ്. ദൈവാനുഗ്രഹം വേണം, മനുഷ്യൻ അധ്വാനിക്കുകയും വേണം. അതുകൊണ്ട് അധ്വാനവും പ്രാർത്ഥനയും ചേരുന്നതാണ് ഏറ്റവും നല്ല വിജയസാധ്യത നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 17:8 മുതൽ വായിച്ചാൽ ഇതേ ചേരുവ. ഒരു വശത്ത് നമ്മൾ കാണുന്നു മോശ, അഹ്റോൻ, ഹൂർ, ഈ 3 പേര് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മറു സൈഡിൽ നമ്മൾ കാണുന്നു ജോഷുവയും അവൻ്റെ കൂടെ യുദ്ധവീരന്മാരായിട്ടുള്ളവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹ്യൂമൻ എഫർട്ട്, ഡിവൈൻ ബ്ലെസ്സിങ്, അതിൻ്റെ ഒരു ചേരുവയാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതവരെ വിജയത്തിലേക്ക് നയിച്ചു എന്നുള്ളത് അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം, യേശു നൽകിയൊരു മാതൃകയുണ്ട്. അതാണ് ദൈവമക്കളായി നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ലൂക്കാ 5:15-16 വചനങ്ങൾ വായിച്ചാൽ ഒത്തിരി ജോലി ചെയ്യാനുണ്ടായിരുന്നിട്ടും അതെല്ലാം ഇട്ടെറിഞ്ഞ് പോയി വിജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളതല്ലേ ആ വചനഭാഗം ഓർമ്മിപ്പിക്കുക. ലൂക്കാ 21:37 വായിച്ചാൽ ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ പ്രാർത്ഥനയും ശുശ്രൂഷയും ഒന്നിച്ചു കൊണ്ടുപോയ യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. ഈ യേശു ചെയ്ത ചില കാര്യങ്ങൾ, ഈ യേശു ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. മർക്കോസ് 6:30-31 വായിച്ചാൽ യേശു ആവശ്യപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ജോലിയൊക്കെ ഇട്ടിട്ട് വരിക, വിശ്രമിക്കുക, അല്പം വിശ്രമിക്കാം. അത് പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ലൂക്കാ 11:1 മുതൽ വായിച്ചാൽ പ്രാർത്ഥിക്കാൻ അറിയില്ലേ, കർത്താവ് പഠിപ്പിക്കും. കർത്താവ് നൽകിയ മനോഹരമായ ഒരു പ്രാർത്ഥന ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നതിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥന ഉപേക്ഷിച്ചാൽ അത് വളരെ അപകടകരമാകാം. നമുക്ക് കാണാൻ സാധിക്കും, വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും യേശുക്രിസ്തുവിന് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. എന്തായിരുന്നു അതിൻ്റെ കാരണം? അവരുടെ പ്രാർത്ഥനാ ജീവിതം. നമ്മൾ ഈ പ്രാർത്ഥന വിട്ടിട്ട് നമ്മൾ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയാൽ കുറച്ച് കഴിയുമ്പോൾ അശക്തരായി മാറും, അൺപ്രൊഡക്റ്റീവായിട്ട് നമ്മൾ മാറും. യേശു അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ കാണുന്നുണ്ട് ലൂക്കാ 8:25 അവൻ ചെയ്ത കാര്യം കണ്ടിട്ട് ജനം വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവനാര്, കാറ്റും കടലും അവനെ അനുസരിക്കുന്നല്ലോ. മത്തായി 14:33 വായിച്ചാൽ ഇവൻ സത്യമായും ദൈവപുത്രനാണ്. അവൻ ചെയ്ത ചില പ്രവൃത്തികൾ കണ്ടിട്ട് ജനം വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്. ലൂക്കാ 22:39 നമ്മൾ കാണുക ഗത്സമനയിൽ പ്രാർത്ഥിക്കുന്ന യേശു. ഇനി അത് അവന് നൽകിയത് അവൻ്റെ ആ പീഡാസഹനം, കുരിശുമരണം ഏറ്റെടുക്കാനുള്ള ആ ഒരു ശക്തിയാണ്. മർക്കോസ് 6 അധ്യായം വായിച്ചാൽ മലമുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. അതുകൊണ്ട് അവൻ ശിഷ്യന്മാരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കാൻ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ അവരുടെ മക്കളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ അത് എളുപ്പമായിരിക്കും എന്നുള്ളത് ഇതിലൂടെ നമ്മൾ തിരിച്ചറിയണം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ പ്രാർത്ഥന കുറഞ്ഞു പോയെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള ഒരു തീരുമാനമെടുത്ത് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.